അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ലൈഫ് ഓഫ് ഏബ്രഹാം. ഇത് ഏകദേശം 10ാമത്തെ എപ്പിസോഡാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് എങ്കിലും ഇന്ന് ലോത്താണ് വിഷയം. ലോത്തും അബ്രഹാമിനോടുള്ള ജീവിതത്തിൽ പ്രസക്തമായ ഒരു വ്യക്തിയാണ്. 29ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥന നിമിത്തം, അബ്രഹാമിനെ ദൈവം ഓർത്തത് നിമിത്തം ലോത്തിനെ വിടുവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനം ഈ വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ഭവനത്തെക്കുറിച്ചാണ്. 3 പ്രത്യേക കാര്യങ്ങൾ ആ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലുണ്ടായിരുന്നു എന്ന് നാം ചിന്തിച്ചു. ഒന്ന്, ആ ഭവനത്തിൽ മറ്റുള്ളവർക്ക് പ്രവേശിച്ച് അവരുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ അവസരമുണ്ടായി. അതിഥി സൽക്കാരം, സ്നേഹത്തിൻ്റെ ഭവനം, വാതിലുകളെ തുറന്ന് സ്വീകരിക്കുന്ന ഭവനം, ദൈവസ്നേഹം കൊടുക്കുന്ന ഒരു ഭവനം, ശുശ്രൂഷിക്കുന്ന ഒരു ഭവനം. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അനുഗ്രഹം ഒക്കെ നാം ചിന്തിച്ചു. രണ്ടാമത്, ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും നിരന്തരമായി അനുഭവിക്കുന്ന ഒരു ഭവനം. ദൂതന്മാർ വന്ന് ദൂത് പറയുക മാത്രമല്ല, 3 വ്യക്തികൾ കടന്നു വന്നതിൽ ഒരുവൻ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ യഹോവ ആയിരുന്നു എന്നുള്ളത് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. 2, ദൈവത്തിൻ്റെ വചനം, അവർക്ക് ആവശ്യമായിട്ടുള്ള വാഗ്ദത്തം ആ ഭവനത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. 3, ആ ഭവനത്തിൻ്റെ പ്രത്യേകത നാം ചിന്തിച്ചത് ദേശത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നൊരു ഭവനം. സൊദോമിൻ്റെ വിടുതലിനു വേണ്ടിയും നശിക്കാതെ അതിനെ കാക്കേണ്ടതിനു വേണ്ടിയും മുട്ടുകളെ മടക്കുന്ന ഒരു ഭക്തൻ. അത് തൻ്റെ ഒരു പ്രാർത്ഥന അറിയിക്കുക മാത്രമല്ല, തുടർമാനമായി പെർസിവിയറിങ് പ്രെയർ, ദൈവത്തോട് ആവർത്തിച്ച് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഭവനം, അനുഗ്രഹിക്കപ്പെട്ട ഭവനം, ബ്ലെസ്സഡ് ഹോം. 19ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടോ ഇത് ലോത്തിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണെന്ന് തോന്നുന്നു. എ പീപ്പ് ഇൻ ടു ലോർഡ്സ് ഹൗസ്. രണ്ടും അങ്ങോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കമ്പാരിസൺ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിനു വേണ്ടിയും കൂടെ ആയിരിക്കാം. അങ്ങനെയാണ് അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ലൗകികത കടന്നു പിടിച്ച, വേൾഡ്ലിനെസ് എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ കടന്നു പിടിച്ച ഒരു ഭക്തൻ, നീതിമാനായ ലോത്ത് എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നീതീകരിക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവഭക്തി ഉണ്ടെങ്കിലും ലൗകികത തൻ്റെ ജീവിതത്തെ അല്പമല്ല ഏറെ സ്വാധീനിച്ചത് നിമിത്തം തൻ്റെ ജീവിതം നാളുകൾ കഴിയും തോറും സ്വാധീനമില്ലാതെ, അനുഗ്രഹമില്ലാതെ താഴോട്ട് ഗമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ ജീവിതത്തിൻ്റെ ഈ താഴോട്ടുള്ളൊരു ഗമനം, സ്റ്റെപ്സ് ഓഫ് ഡിക്ലൈൻ, നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഒരു വിശ്വാസിയുടെ ജീവിതം പെട്ടെന്നല്ല അധപ്പതിക്കുന്നത്. അത് വളരെ സാവധാനത്തിലാണ് താഴേക്ക് പോകുന്നത്. നമുക്കതിലേക്ക് വന്ന് എത്തി നോക്കാം. ഒന്നാമത് തൻ്റെ ജീവിതത്തിൽ 13ാമത്തെ അധ്യായത്തിൽ ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 10ഉം 11ഉം വാക്യത്തിൽ, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. അവിടെയാണ് ആരംഭം. ലോട്ട് സോ. വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മീക തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ പടി അവൻ്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വലിയ പോരായ്മയാണ്. ആത്മീക ജീവിതത്തിൽ നമുക്ക് വിശ്വാസികളൊക്കെയും വിശേഷാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ വളരെ ശക്തമായി ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ് കാഴ്ചപ്പാടെന്ന് പറയും. അപ്പോൾ ആ കാഴ്ചപ്പാട് തനിക്ക് നഷ്ടപ്പെട്ടു.
താൻ തലപൊക്കി നോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൻ തലപൊക്കി നോക്കിയപ്പോൾ നീരോട്ടമുള്ള, അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നൊരു സ്ഥലമായിരുന്നെന്നാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെരി ബ്യൂട്ടിഫുൾ, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാതെ പോയതുകൊണ്ട് ഉപരിപ്ലവമായി കാണുന്നതിന് അപ്പുറത്തുള്ളതും ആഴമായിട്ടുള്ളതും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതാണ് വിശ്വാസിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ തിളക്കമുണ്ടെങ്കിലും അതിന് അർത്ഥവും അതിന് വിലയും ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ലോകത്തിത് ഉപരിപ്ലവമായി കണ്ടപ്പോൾ തനിക്കിത് വളരെ തിളക്കമുള്ളതെന്ന് തോന്നി. ബിക്കോസ് he lacked spiritual insight. ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലൻ വിവരിക്കുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതൊക്കെ നിത്യം. അപ്പോൾ ഈ കാണാത്തത് നിത്യമെന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അത് നിത്യമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകണം. അത് ദൈവം നമുക്ക് തരുന്ന വലിയൊരു വരമാണ്. വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ഈ സർഫസിലുള്ളത്, പുറമേ ഉള്ളതിന് അപ്പുറത്ത് ആഴത്തിലുള്ളത് കാണാൻ ദൈവം ഒരു കാഴ്ചപ്പാട് തരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ ധ്യാനഭാഗമായി വന്നത് 1 ശമൂവേൽ 24-ാമത്തെ അധ്യായമാണ്. ദാവീദ് ഓടി നടക്കുമ്പോൾ, ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഓടി നടക്കുമ്പോൾ, ശൗല് ഒരു പ്രത്യേക ആവശ്യത്തിനായി, കാൽമടക്കത്തിനായി, ടോയ്ലറ്റിൽ പോകുന്നതിനായി ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാവീദും കൂട്ടരും ആ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ദൈവം നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും കേട്ടോ. അവർക്കങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്. ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ സോ. ദാവീദ് പറഞ്ഞ അങ്ങനല്ല, ഇത് അവനെ നശിപ്പിക്കാനുള്ള അവസരമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് കാണണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ദ വിഷൻ ഓഫ് ഫെയ്ത്ത്. ദൈവത്തിനൊരു സമയമുണ്ടെന്നും ആ സമയം വരെ അവൻ ജീവിക്കട്ടെ എന്നും ആ സമയം കഴിയുമ്പോൾ തമ്പുരാൻ എനിക്കുള്ളത് തരുമെന്നും വിശ്വസിച്ച് കാണാൻ കഴിയുന്ന ഭക്തനായിരുന്നു ദാവീദ്. ദാറ്റ് ഈസ് ഫെയ്ത്ത് ഇൻസൈറ്റ്. ലവോദിക്ക സഭയിലേക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടുണ്ടാകൊണ്ട് എന്നോട് ചോദിച്ചാൽ മതി, കണ്ണിന് ലേപനം ഞാൻ തരാം, വേണ്ടുന്നത് ഞാൻ നിനക്ക് തരാം. ദ ഓയിൻറ്റ്മെൻറ്റ് നെസസറി ഫോർ യുവർ കറക്റ്റ് വിഷൻ. അപ്പോൾ ദൈവമക്കളായ നാം ഈ ലോകത്തിൽ, തിളക്കമുള്ള ലോകത്തിൽ പാർക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായി ആവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നാം എതെങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ കാണുവാൻ, ലോകത്തിൻ്റെ പ്രതാപത്തെയും ലോകത്തിൻ്റെ പ്രതിസന്ധികളെയും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെയും ഇതെല്ലാം നാം കാണുകയാണല്ലോ. കാണുമ്പോൾ ദൈവികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു കാഴ്ചപ്പാട് അത് കർത്താവ് നമുക്ക് തരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന ഒരു പ്രത്യേക വരമാണിത്. ലോകം കാണുന്നത് പോലെ അല്ല അവർ കാണുന്നത്. ദേ സീ ഇറ്റ് വെരി ഡിഫറെൻ്റ്ലി. അത് ലോത്തിന് നഷ്ടപ്പെട്ടു. 2 കണ്ടു എന്ന് മാത്രമല്ല, ഉൽപ്പത്തി 13:12 അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ദിവസം തോറും കഴിയും തോറും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നു. ദൈവികമായ
പദ്ധതിയിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും നീക്കി അടിച്ചു. ഇതാണ് വിശ്വാസിയുടെ ലോകമയത്വം വരുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന അനുഭവമാണ്. പെട്ടെന്ന് പോവുകയല്ല, വളരെ സാവധാനത്തിൽ ദൈവഹിതത്തിൽ നിന്ന് വഴുതിപ്പോകുക, മാറിപ്പോകുന്ന അനുഭവം. അത് നമുക്ക് എല്ലാം വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കണം. ഈ നദീതീരത്തൊക്കെ കെട്ടിയിരിക്കുന്ന നൗക അത് തുഴയുകയൊന്നും വേണ്ട. അത് കെട്ടിയിരിക്കുന്ന ആ കയറൊന്ന് ആരെങ്കിലും അഴിച്ചു വിട്ടേച്ചാൽ മതി. പ്രഭാതത്തിൽ ചിലപ്പോൾ ഉച്ചയോടടുക്കുമ്പോഴോ ഒരു 9 മണി 10 മണിയോടൊക്കെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ വള്ളം നോക്കിയാൽ ചിലപ്പോൾ ആ നദിയുടെ നടുക്കോ മൈലുകൾക്കപ്പുറത്തോ കാണാൻ കഴിയും. ഒഴുകിപ്പോയി, ഡ്രിഫ്റ്റഡ് അവേ. ആ കെട്ട് പൊട്ടി, ബന്ധം മുറിഞ്ഞു. വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള ഊഷ്മളമായ ആ കണക്ഷൻ ഉണ്ടല്ലോ, അത് കുറഞ്ഞു കഴിയുമ്പോൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നാൾതോറും ആ ബന്ധം ഉറപ്പോടെ കാത്തു സൂക്ഷിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3, നീക്കി അടിച്ചതിന് ശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്ത്, ഈ സ്റ്റേറ്റ്, ഇപ്പോൾ അവിടെ താമസമാണ്. കണ്ടു, വഴുതി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സോദോമിൻ്റെ ഉള്ളിലാണ്. വിശ്വാസ ജീവിതത്തിൽ ഇതൊക്കെ അനേക ഭക്തന്മാർക്ക് നടന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ ഞാനും നിങ്ങളും സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് 2 പത്രോസ് 2:7-8 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീതിമാനായ ലോത്താണ് ഇപ്പോൾ താമസം സോദോമിലാണ്. സോദോമിൻ്റെ അനീതിയും അക്രമവും പാപവും അതിന് കഠിനമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ അധർമ്മ പ്രവൃത്തി ഞാൻ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം ഒന്ന് വായിക്കട്ടെ. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ. വളരെ ഡിഫിക്കൽട്ടാണ് അതൊന്ന് മനസ്സിലാക്കാൻ. കംഫർട്ടബിളായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? അധർമ്മികൾക്കിടയിൽ അദ്ദേഹം പാർക്കുന്നു. 2, അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ അകത്താണ് താമസിക്കുന്നതെങ്കിലും ഹൃദയത്തിനകത്തൊരു ചെറിയ നോവുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും കാണുന്ന ദുഷ്കാമ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഹി ഫീൽസ് ലിറ്റിൽ അൺകംഫർട്ടബിൾ. ഈ പിന്മാറ്റക്കാരൻ്റെ വലിയ വിപത്ത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ അസ്വസ്ഥത എന്താണെന്നറിയാമോ? ഭക്തി ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെന്നാൽ അകത്തൊരു ഭക്തി കിടക്കുന്നതുകൊണ്ടൊരു അസ്വസ്ഥതയുണ്ട്. എന്നാൽ ലോകമയത്വം ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഇതേ മനുഷ്യൻ ഭക്തിയുള്ളൊരു അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ വേണ്ടും വണ്ണം അവിടെ സന്തോഷിക്കാനും കഴിയത്തില്ല. അപ്പോൾ 2ഇടത്തും അൺകംഫർട്ടബിളാണ്. അപ്പോൾ പിന്മാറ്റക്കാരൻ ദൈവജനത്തിൻ്റെ നടുവിലും വേണ്ടും പോലെ സന്തോഷിക്കാനൊക്കത്തില്ല, കാരണം അകത്തൊരു ലോകമയത്വം കിടപ്പുണ്ട്. സോ ഈസ് അൺകംഫർട്ടബിൾ ദെയർ. ഇനി അധർമ്മികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഭക്തി അകത്ത് കിടക്കുന്നത് കൊണ്ട് അവിടെയും കംഫർട്ടബിളല്ല. ഞാൻ പലപ്പോഴും പറയും, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാത്തൊരു വ്യക്തിയേക്കാൾ ഏറ്റവും അധികം ഹൃദയത്തിനകത്ത് സങ്കടവും സംഘർഷവും അനുഭവിക്കുന്നൊരു മനുഷ്യനാണ് പിന്മാറ്റക്കാരൻ. ദ ബാക്ക് സ്ലൈഡർ ഈസ് ഓൾവേസ് റെസ്റ്റ്ലെസ്. പിന്മാറ്റക്കാരൻ ഒരിക്കലും സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തിൽ പലപ്പോഴും അസ്വസ്ഥത ഉളവാക്കുന്നവരെ ശ്രദ്ധിച്ചാൽ ഈ കൂട്ടത്തിലുള്ളവരാണ്.
ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തിയുണ്ട്. പക്ഷേ ജീവിതത്തിൽ എവിടെയൊക്കെയോ വഴുതിപ്പോയത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയാണ്. ബിക്കോസ് ദേ ആർ റെസ്റ്റ്ലെസ് ഇൻ ദെംസെൽസ്, ദേ ക്രിയേറ്റ് റെസ്റ്റ്ലെസ്നെസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്കും അസ്വസ്ഥത ഉളവാക്കും എന്നുള്ളത് ഓർക്കണം. 4 നോക്കിക്കാട്ടെ. അദ്ദേഹം വഴുതി അവിടെ പാർത്തു, അസ്വസ്ഥനാണ്. എങ്കിലും ദൂതന്മാർ, 2 ദൂതന്മാർ, 19 അധ്യായത്തിൻ്റെ 1 വാക്യം, വൈകുന്നേരത്തെ സോദോമിലെത്തി. 18 അധ്യായത്തിൽ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു. വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ അവിടെ അപ്പോൾ അബ്രഹാമിനെ കണ്ടത് തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കലാണ്. ഈ മനുഷ്യനെ സന്ധ്യാസമയത്ത് ഈ ദൂതന്മാർ വന്നപ്പോൾ കണ്ടത് എവിടെയാണെന്നറിയാമോ? പട്ടണത്തിൻ്റെ വാതിൽക്കൽ. അത് ചെറിയൊരു സ്ഥലമൊന്നുമല്ല. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ നേതാക്കന്മാരാണ്. അത് നമുക്ക് രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാവും. പ്രമാണികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എവിടം വരെ ആയെന്ന് നോക്കിക്കാട്ടെ. പരദേശിയായി ഇവിടെ വന്നതാണ്. പരദേശിയായി ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടൊക്കെ ആയിരിക്കാം ആ പ്രദേശത്തെ ഒരു ചെറിയ പ്രമാണിയായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാച്ചൻ എവിടെയാണെന്ന് നോക്കി? മമ്രയുടെ തോപ്പിലെ കൂടാരത്തിലാണ് വാസം. ഇദ്ദേഹത്തിൻ്റെ വീടിന് കഥ ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മളെ വായിച്ച വേദഭാഗത്തു നിന്ന് മനസ്സിലാകും. ആളുകളിങ്ങനെ തിക്കി വന്നപ്പോൾ ദൂതന്മാരുടെ ലോകത്തിനെ അകത്താക്കിയേച്ച് വാതിലടച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകം അദ്ദേഹം പാർക്കുന്ന, പട്ടണത്തിൽ പാർക്കുന്ന ഒരു സാമാന്യം നല്ലൊരു ഭവനത്തിലുമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ ഈ ലോത്ത് ഇങ്ങനെ ചിന്തിച്ച് കാണുമെന്ന് ഇത് ഭാവനയിലാണേ, പുസ്തകത്തിലില്ല. അണ്ട് അങ്ങേരിപ്പോഴും മമ്രയുടെ തോപ്പിൽ തകശുതോൽ കൊണ്ടുള്ള കൂടാരത്തിലാണ് വാസം. ഞാനിങ്ങനെ പോകുന്നത് കൊണ്ട് ഈ നിലയിലാകാൻ ഇടയായി. ചിലപ്പോൾ ഒരു വാചകം കൂടെ അതിനകത്ത് ചേർക്കാൻ, ദൈവകൃപയാൽ കേട്ടോ, അങ്ങേരെ വിട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് ഒരു നിലയിലെത്താൻ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും കൂടാരത്തിലിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനത്തിലും പദവിയിലും ഒക്കെ വന്നു. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലീഡർഷിപ്പ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അസ്ഥിരത എത്ര വലുതാണെന്നുള്ളത് മുമ്പോട്ട് കാണുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് തമ്പുരാൻ 73 സങ്കീർത്തനത്തിൽ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിൽ നമ്മൾ അതിശയിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വഴുവഴുപ്പിൽ നിൽക്കുന്നവരാണെന്നുള്ളത് ഓർക്കണം. വഴുവഴുപ്പിൽ നിൽക്കുന്നവർ. ഈ 5 ഈ ലോത്തിൻ്റെ ജീവിതത്തിൽ താഴോട്ട് പോകാനുള്ള കാരണം, തമ്പുരാൻ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കി തിരുത്താനുള്ള ഒരു മനസ്സ് തനിക്കില്ല. സോദോമിൽ പാർത്തത് കൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. അബ്രഹാമിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ആക്രമിക്കപ്പെടത്തൊന്നുമില്ലായിരുന്നു. സോദോമിൽ വന്ന് പാർത്തത് കൊണ്ടാണ് 14 അധ്യായത്തിൽ രാജാക്കന്മാർ വന്ന് സോദോമിനെ ആക്രമിച്ചപ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കും. 14 അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം. സോദോമിലും ഗോമറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയ നഷ്ടത്തിൽ കൂടെ പോയൊരു മനുഷ്യനാണ്. വലിയ ഭാരത്തിൽ കൂടെ പോയൊരു മനുഷ്യനാണ്. എൻ്റെ വിചാരം, അദ്ദേഹം ഹൃദയത്തിൻ്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഗോഡ് വാസ് സ്പീക്കിംഗ്, ലോകത്തെ നീ പാർക്കേണ്ടിടത്തല്ല നീ പാർക്കുന്നത്. ദൈവഹിതത്തിന് പുറത്ത് നീ പാർത്താൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കില്ല. ദൈവഹിതത്തിന് പുറത്ത് ജീവിക്കുമ്പോൾ 2 കാര്യമാണ് അതിൽ സംഭവിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വിസ്താരമേറിയ ചിറകിൻ്റെ ആ ഭദ്രത കിട്ടത്തില്ല. 2, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെ നിവർത്തിച്ചെടുക്കാനും സാധ്യമല്ല. തമ്പുരാൻ അയക്കുന്ന സ്ഥലത്തെ നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തെടുക്കാനുള്ള ശക്തി പകരത്തുള്ളൂ.
Only where God sends you, He gives the power to do what God wants you to do. ദൈവം അയക്കാത്ത സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തെടുക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഏത് കാര്യം ചെയ്യാനും വിശേഷാൽ കർത്തൃശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളായ നാം അയക്കപ്പെടേണ്ടിടത്തേ പോകാവൂ. അയക്കപ്പെട്ട സ്ഥലത്തെ ദൈവശക്തി പകരത്തുള്ളൂ. ലോത്ത് വാർക്കുന്നത് ഇപ്പോൾ സോദോമിലാണ്. അദ്ദേഹത്തിന് ദൈവം സംസാരിച്ചിട്ടും തനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടും തിരുത്താൻ മനസ്സില്ല. വിശ്വാസികളായ നമ്മളെല്ലാവരും വഴുതിപ്പോകാത്തവരും തെറ്റിപ്പോകാത്തവരും ആരും തന്നെ ഇല്ല. എവ്രിബഡി. എന്നാൽ ദൈവവൈതലിൻ്റെ പ്രത്യേകത അല്പം തെറ്റിക്കഴിയുമ്പോൾ ദൈവത്തിന് വിവിധ രീതിയിൽ കൂടെ സംസാരിക്കാൻ കഴിയും. ലോകത്തിൻ്റെ നഷ്ടങ്ങളിൽ കൂടെ തമ്പുരാൻ സംസാരിച്ചത്. ചിലർക്ക് രോഗത്തിൽ കൂടെയാണ്, ചിലർക്ക് ചില വൈഷമ്യങ്ങളിൽ കൂടെയാണ്, ചില പ്രതിസന്ധിയിൽ കൂടെയായിരിക്കാം, ചിലർക്ക് ഇതൊന്നുമില്ല, വചനം മാത്രമേ ഉള്ളായിരിക്കും. ഗോഡ് സ്പീക്സ്. അപ്പോൾ തിരുത്താനുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം അത് ലോകത്തിന് നഷ്ടപ്പെട്ടു. തൻ്റെ ജീവിതം താഴേക്ക് പോയതിൻ്റെ കാരണമാണ് നാം ചിന്തിച്ചത്. 5 കാരണങ്ങൾ നാം ചിന്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 1, 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. 3-ൽ ഇപ്പം 2 ഉള്ളൂ. 3-ാമനെക്കുറിച്ച് യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൂതുമായി വന്നവരെ ഉള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. 18-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിക്കാട്ട് 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. അബ്രാഹാമിനോടുള്ള ബന്ധത്തിലാണ് യഹോവ, ഗോഡ്സ് പ്രസൻസ്. ഈ ദൈവസാന്നിധ്യത്തിൻ്റെ സുഖം ഞാനൊരു ആത്മീയ ഭാഷ ഉപയോഗിച്ചതാണ്. അനുഭവിക്കുന്നത് ആരാണെന്നറിയാം? കർത്താവിന് വേണ്ടി വേർപെട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന ദൈവ പൈതലെ നിരന്തരം അനുഭവിക്കുന്നൊരു കാര്യമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്കിൽ, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. 14 മുതൽ 18 വരെയുള്ള, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കും. ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കും. ആർക്കാ? നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ലോത്തെ, നീ ഇത് അനുഭവിക്കണമെങ്കിൽ നിൻ്റെ അമ്മാച്ചനെ പോലെ ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കാൻ നീ തീരുമാനിക്കണം. ഗോഡ്സ് പ്രസൻസ് എന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നഷ്ടപ്പെട്ടത് സ്ഥാനവും പദവിയും ലോകത്തിലെ സോദോമിലെ പ്രധാനിയും ഒക്കെയായി. ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷം ആ ഭക്തനില്ല. മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ വിടുവിച്ചു, ചെങ്കടൽ കടന്നു, മരുഭൂമിയിൽ വന്നു, ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേക അനുഭവം ഉണ്ടായത്. ഷെക്കേന ഗ്ലോറി. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമാണ്. അതുകൊണ്ട് ദൈവജനത്തിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റെന്തിനേക്കാളും നമ്മൾ കൊതിക്കേണ്ട ഒരു കാര്യം, ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യം. സദാ നിൻ സാന്നിധ്യം വേണം താതാ എന്ന് അബൈഡ് വിത്ത് മീ എന്നുള്ള പാട്ടിൻ്റെ മലയാളം പരിഭാഷയിൽ പാടാറുണ്ട്. ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അത് കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്കാണ്. ഗോഡ്സ് പ്രസൻസ് ഈസ് ഫോർ ദ സെപ്പറേറ്റഡ് പീപ്പിൾ. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് അത്. ഇനി നോക്കിയാട്ടെ 2-മതൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങൾ ഒക്കെ ഒന്ന്
ഒന്ന് അതിലൊക്കെ ഒരു അനുരഞ്ജനപ്പെട്ടു പോകുന്ന ഒരു അനുഭവം, കോംപ്രമൈസിങ്, അതിലെ വെള്ളം ചേർക്കുന്ന ഒരു അനുഭവം, ദൈവിക പ്രമാണങ്ങളോട് മുറുകെ പിടിക്കാതെ വളരെ ഒരു പിതാവിനെ കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യം. സൊദോമിലെ പാപം നമുക്കെല്ലാം അറിയാം, ഞാനത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ജനമെല്ലാം രാത്രിയിൽ വന്നു കൂടി. എന്തിനാ വന്നു കൂടിയത്? വന്നു ചേർന്നിരിക്കുന്ന പുരുഷന്മാരെ ഭോഗിക്കേണ്ടതിന്, അവരെ അബ്യൂസ് ചെയ്യേണ്ടതിന്. അപ്പോൾ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട്ടിൽ വന്ന ആളുകളെ ദേശനിവാസികൾ കയ്യേറ്റം ചെയ്യരുതല്ലോ. അപ്പോൾ അദ്ദേഹത്തിനുള്ള റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് കീപ്പ് ചെയ്യണം. എൻ്റെ ഭവനത്തിൽ വന്ന് അങ്ങനെ ഒരു ദോഷം അവർക്ക് വരരുത്. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ഓൾട്ടർനേറ്റ് കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ ദോഷം ചെയ്യരുത്, ഇങ്ങനെ ദോഷം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആശയം വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ദേശത്തുള്ള പുരുഷന്മാർ വന്ന ഈ വ്യക്തികളെ ഭോഗിക്കരുത്, ഇങ്ങനെ ദോഷം ചെയ്യരുത്. എന്നിട്ട് പറയാണ്, പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവീൻ. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി. അദ്ദേഹം പറഞ്ഞ എന്നാണെന്നറിയോ? ഇങ്ങനെ ദോഷം ചെയ്യല്ലേ എന്നാ. പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാവോ? വേണമെങ്കിൽ അങ്ങനെ അങ്ങ് ദോഷം ചെയ്തോളാനാ. അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും നോക്കിക്കാട്ടെ. ഇങ്ങനെ ദോഷം ചെയ്യരുത്, പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. പരീശന്മാരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് നാം കാണുന്നത്. ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലും പിതാവെന്നുള്ള സ്ഥാനത്തിലുമൊക്കെ താൻ കോംപ്രമൈസ് ചെയ്യുകയാണ്. ഫൈൻഡിങ് ഓൾട്ടർനേറ്റ് വേയ്സ്. കണ്ടോ? രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുന്ന ഭക്തൻ. ആ മാർഗങ്ങളുടെ പവിത്രതയൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല, അത് ശുദ്ധമാണോ എന്നുള്ളതും അദ്ദേഹത്തിന് വിഷയമല്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗം. അല്പം ഒന്ന് ആഴമായി ചിന്തിച്ചാൽ നമ്മളുമൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ അങ്ങനെ അങ്ങ് ചെയ്ത് രക്ഷപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങൾ വന്നു കയറാൻ സാധ്യതയുണ്ട്. പരീശന്മാർ ഇപ്രകാരം മത്തായി 23 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താലൊന്നുമില്ല കേട്ടോ, അല്ല വലിയ ദോഷമാണ്, അത് ശാപമാണ്. എന്നാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല. യാഗപീഠത്തിലുള്ള വസ്തുവിനെ ചൊല്ലി സത്യം ചെയ്താൽ അവൻ കുറ്റക്കാരനാണ്. കണ്ടോ? ജീവിതത്തിൽ മറുവഴികളൊക്കെ കണ്ടെത്തുന്ന സ്വഭാവം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കോംപ്രമൈസ്, ഇങ്ങനെ വേണ്ട, അങ്ങനെ ആയാലും സാരമില്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നാം ഇന്ന് നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് ശോധന ചെയ്യും. ഇനി നോക്കിക്കാട്ടെ, ഈ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നു. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര നല്ലവനാണ്. സന്ദേശം അയക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൂതന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് അതിനകത്തൊരു ദൂതുണ്ടെന്ന് തോന്നുന്നു. അവരാണല്ലോ സുവാർത്ത കൊണ്ടുവന്നേ. ആ സുവാർത്ത ആ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ സുവാർത്ത അറിയിച്ച ദൂതന്മാർ ആധുനിക കാലത്ത് സുവിശേഷം അറിയിക്കുന്ന നമുക്കൊരു നല്ല മാതൃകയാണെന്ന് തോന്നുന്നു. നോക്കിക്കാട്ടെ, അവിടെ നാം കാണുന്നു, ഈ വാർത്ത അറിയിക്കുന്നവരെ പട്ടണത്തിന് പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞാൽ പോരാ, അദ്ദേഹം അവരകത്ത് കടന്നു. ആരറിയണമോ അവരുടെ അടുക്കലെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ സുവിശേഷം അറിയിക്കണമെങ്കിൽ ജനം ഇങ്ങോട്ട് വരിക എന്നതിനേക്കാൾ ഉപരിയായി സുവിശേഷം അറിയിപ്പാൻ നാം അങ്ങോട്ട് പോകണം. അതാണല്ലോ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം, ഗോയിങ് ദേർ. അപ്പോൾ ദൂതന്മാർ കടന്നു വന്നു. എന്നാൽ ഈ ദൂതന്മാർ കടന്നു വന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം ഉണ്ടെന്നുള്ളത് 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് സോദോമിൻ്റെ പാപത്തിൽ അതിക്രമത്തിൽ ഈ ഭക്തൻ നശിച്ചു പോകാതെ രക്ഷിക്കാൻ ദൂതന്മാരെ ദൈവം അവിടെ എത്തിച്ചത്. സോ പ്രേയർ സെൻഡ്സ് ദി മെസ്സഞ്ചേഴ്സ്. പ്രാർത്ഥനയാണ് സന്ദേശവാഹകന്മാരെ സന്ദേശം അറിയേണ്ടിടത്ത് എത്തിക്കുന്നത്. അത് വേദപുസ്തകത്തിന് അനുസൃതമാണെന്നുള്ളതിന് സംശയമില്ല. കൊയ്ത്തിനായി നിലം വിളഞ്ഞിരിക്കും, കൊയ്ത്തിനായി സമയവുമായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. So the messengers came to Lot because Abraham prayed. അപ്പോൾ ഇന്ന് ഏറെ ആവശ്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ആവർത്തിച്ച് കർത്തദാസൻ ജോൺസൺ പറയുന്ന കാര്യം, പ്രാർത്ഥിക്കണം. കാരണം ജനം സന്ദേശം അറിയണം. ഇനി നമുക്ക് നോക്കിയാട്ടെ ആ സന്ദേശം, അതിലേക്ക് നമ്മളൊന്ന് കടന്നു പോകാൻ പോവുകയാണ്. സന്ദേശം വളരെ ക്ലിയറായിരുന്നു. നമ്മൾ ഓരോന്നായിട്ട് നോക്കും. മെസ്സേജ് വാസ് വെരി ക്ലിയർ. ദൂതന്മാർ വന്ന് പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിരുന്നെന്ന് മാത്രമല്ല, ഈ കുടുംബത്തെ രക്ഷിക്കുന്നത് വരെ അവരെ പെർസിവിയർ ചെയ്തു. വേണേ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞേച്ച് ഇറങ്ങിപ്പോരുകയല്ലായിരുന്നു. ഇവനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ അവർ ബന്ധപ്പെട്ടു. രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദേശത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ ബന്ധപ്പെട്ടു. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് എത്രമാത്രം ബന്ധപ്പാട്, എത്രമാത്രം അധ്വാനം ആവശ്യമാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അവർ പറഞ്ഞ ദൂത് നോക്കാം. എന്താണ് അവരെ അറിയിച്ചത്? 13-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ പറഞ്ഞ ദൂത് ശ്രദ്ധിക്കുക. ഇവരെക്കുറിച്ചുള്ള, അതായത് സോദോമിനെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പിൽ വലുതായിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാവോ? നശിപ്പിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ ധാരാളം കേൾക്കുന്നൊരു കാര്യമാണ് ജഡ്ജ്മെൻറ്റ്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ പോരെ, ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയണോ? വളരെ ശക്തമായിട്ട് ആ വാക്ക് നോക്കാട്ടെ. പെറിൽ വാസ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. വരാനുള്ള ആപത്ത് ചെറുതല്ല, വരാനുള്ള ആപത്ത് വലുതാണ്. അതെത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാട്ടെ. അതുമാത്രമല്ല, നശിപ്പിപ്പാൻ ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നു. അതായത് ഉടനടി നടക്കാൻ പോവുകയാണെന്ന്. അതിൽ നിന്ന് ഈ ദേശം രക്ഷപ്പെടത്തില്ലെന്നുമാണ് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ നമ്മുടെ ദൂതൻ്റെ പ്രത്യേകത നോക്കുക. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ച് അറിയിക്കണം. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്നൊരു ദൂത് കൊടുക്കാം. നമ്മൾ സാധാരണ പറയാറൊരു ദൂതാണ്, കുഞ്ഞെ ഇങ്ങനെ പോയാലുണ്ടല്ലോ ശരിയാകത്തില്ല. വലിയ വേദനയൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൽ നീ എത്തിയില്ലെങ്കിൽ, യേശു കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ അവസാനിക്കും എന്നുള്ളത് ശക്തമായി പറയണം. എൻഡ് ഈസ് എ ഡിസാസ്റ്റർ. ഇന്നും സമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാകാത്തതിൻ്റെ കാരണം യിരെമ്യാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ ലഘുവായി ചികിത്സിക്കുന്ന പ്രവാചകന്മാർ, സമാധാനം ഇല്ലാതിരിക്കുന്നത്. യിരെമ്യാ 6:14 സമാധാനം ഇല്ലാതിരിക്കെ, സമാധാനം എന്ന് പറഞ്ഞ്
എൻ്റെ ജനത്തിന് നിങ്ങൾ ലഘുവായി ചികിത്സിക്കുന്നു. യേശു കർത്താവിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ നിറവായിരുന്ന യേശു കർത്താവിൻ്റെ ഭാഷ ഞാനിന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവകൃപയോടെ ദൈവവചനം അറിയിക്കണം. കർത്താവിൽ പ്രസിദ്ധനായ സ്പർജനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ നമ്മൾ നിത്യ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കണ്ണുനീരോടെ പറയാവൂ. വാക്കിനകത്ത് അല്പം പോലും മായം ചേർക്കണ്ട. മാനസാന്തരപ്പെടണം, നരകമുണ്ട് എന്നുള്ളത് അറിയിക്കണം, ശിക്ഷാവിധി ഉണ്ട് എന്നുള്ളത് അറിയിക്കണം. പക്ഷേ say it with tears in your eyes. അഹന്തയിൽ നിന്ന് പറയുകയല്ല, ഹൃദയത്തിനകത്ത് വേദനയോടെ പറയുകയാണ്. അപ്പോൾ ദൂതൻ്റെ ഒന്നാം ഭാഗം ജഡ്ജ്മെൻറ്റ് ഈസ് കമ്മിങ്. രണ്ടാം ഭാഗം നോക്കിക്കാട്ടെ, 14 വാക്യം. അങ്ങനെ ലോത്ത് എന്ന പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു, നിങ്ങൾ എഴുന്നേറ്റ്. അതിന് മുകളിലത്തെ വാക്യത്തിൽ ലോത്തിനോട് പറയുമ്പോഴും ദൂതന്മാരും പറയുന്ന വാക്കാണ് എഴുന്നേറ്റ്, ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടേക്ക് എ ഡിസിഷൻ എന്നാണ്, ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ദൈവവചനം നമ്മളെ ദൂത് അറിയിക്കുമ്പോൾ ദേശത്തിൻ്റെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ നാം ദൂത് അറിയിക്കുമ്പോൾ നാശത്തെക്കുറിച്ച് പറയണമെന്ന് മാത്രമല്ല, ഒരു ഡിസിഷൻ എടുക്കണം എന്ന് അവരെ പ്രബോധിപ്പിക്കണം. ഓൾട്ടർ കോൾ കൊടുക്കുന്നതൊക്കെ ചിലർക്ക് അത്ര സന്തോഷമുള്ളൊരു കാര്യമല്ല. പക്ഷേ ദൈവജനത്തിന് നമ്മളെ സുവിശേഷം വ്യക്തിപരമായി അറിയിച്ചാലും സമൂഹത്തോട് അറിയിച്ചാലും ശിക്ഷാവിധിയെക്കുറിച്ച് അറിയിക്കുക മാത്രമല്ല, വി നീഡ് ടു ഗിവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഡിസിഷൻ. അതിൻ്റെ കാരണം പൈശാചികൻ്റെ ഏറ്റവും വലിയ തന്ത്രം, ഹൃദയത്തിൽ കൺവിക്ഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുമ്പോൾ അകത്ത് അവരുടെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട് പൈശാചികൻ, നോട്ട് നൗ, ഇപ്പം വേണ്ട, ലേറ്റർ. നല്ലൊരു ഉദാഹരണം അപ്പോസ്തലപ്രവൃത്തി 24 25 വാക്യത്തിൽ പൗലോസ് പ്രസംഗിക്കുകയാണ്. നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി ഇവയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫെലിക്സ് ഭയപരവശനായെന്നാണ് പറയുന്നത്. ഭയപരവശനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ വേണ്ട. അത് പൗലോസിനോടും പറഞ്ഞു, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിക്കാം. അപ്പോൾ ദൂത് എത്ര ക്ലിയർ ആണെന്ന് നോക്കിക്കാട്ടെ. വരാനുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. 2, ടേക്ക് എ ഡിസിഷൻ, ഒരു തീരുമാനമെടുക്കണം. 3 നോക്കിക്കാട്ടെ, ആ ദൂതിൻ്റെ 15 വാക്യം. ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റെന്നുള്ള വാക്കവിടെ, നിൻ്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിൻ്റെ പുത്രിമാരെയും കൂട്ടിക്കൊണ്ട്, അടുത്തൊരു വാക്കുണ്ട്, പൊയ്ക്കൊള്ളുക, ലീവ്, വിടണം. ഇപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ തീരുമാനം എടുക്കുക മാത്രമല്ല, ഇപ്പോഴത്തെ ശൈലിയിൽ നിന്ന് നീ വിട്ടു പിരിയണം എന്നുള്ളത് ശക്തമായി പറയണം. കം ഔട്ട്, ഇതിൽ നിന്ന് നീ പുറത്തു വരണം. ദൈവഹിതത്തിന് യോജ്യമല്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നും നീ വിട്ട് പുറത്ത് വരണം. ബ്രേക്ക് അവേ. ഞാനെപ്പോഴും ചിന്തിക്കും, പട്ടിണി കിടന്ന മുടിയനായ പുത്രന് പന്നിക്കൂട്ടത്തിനകത്ത് ഭക്ഷണം കൊടുക്കുന്നതല്ല സുവിശേഷം. ആ സ്ഥലത്ത് നിന്ന് അവൻ വിട്ട് പുറപ്പെട്ട അപ്പൻ്റെ വീട്ടിൽ വരുന്നതാണ്, വരണം എന്ന് പറയുന്നതാണ് അവനോടുള്ള ദൂത്. കം ഔട്ട്. അപ്പോൾ 3 കാര്യമായി. വരാനുള്ള ന്യായവിധിയെക്കുറിച്ച് പറയണം. 2, ഒരു തീരുമാനമെടുക്കാൻ ഉത്സാഹിപ്പിക്കണം. 3, വിട്ടുപോരാൻ പറയണം. ഇനി നോക്കിക്കാട്ടെ 17 വാക്യത്തിൽ ആ ദൂതിൻ്റെ 4 ഭാഗം.
അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. ഫ്ലീ എന്നുള്ളതാണ് കേട്ടോ, പതുക്കെ പോകാനല്ല, ഓടിപ്പോക. അപ്പോൾ ഓടിപ്പോകാൻ, ബന്ധപ്പെട്ടു പോകാൻ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഡിലേ, താമസിക്കരുതേ. താമസിക്കുന്നത് ആപൽക്കരമാണ് എന്നുള്ളത് അറിയിക്കണം. അഞ്ചാമതൊരു കാര്യം കൂടെ പറഞ്ഞു. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പുറകോട്ട് നോക്കരുത്. അതായത് പുറകോട്ടുള്ള ബന്ധം പോകണം, അത് മനസ്സിൽ നിന്ന് പോകണം. ഹൃദയത്തിനകത്ത് പാലം മുറിക്കണം. അപ്പോൾ ദൂത് കൊടുക്കുമ്പോൾ എത്ര വ്യക്തമാണെന്ന് നോക്കിക്കാട്ടെ. ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ നിന്ന് പുറപ്പെട്ടു വരാൻ നീ തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിയുമ്പോൾ പുറപ്പെട്ടു വരണം. ബന്ധപ്പെട്ട് ഓടിപ്പോകണം. തിരിഞ്ഞ് നീ നോക്കരുത്. ബ്രേക്ക് ദ ബ്രിഡ്ജ്. പലപ്പോഴും ഈ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഏതേലും രീതിയിൽ തിരികെ പോകാനുള്ള ഓപ്ഷൻ അവിടെ ഇട്ട് പോന്നാൽ അധികം താമസിയാതെ മടങ്ങിപ്പോകും. അപ്പോൾ വിട്ട് പിരിഞ്ഞ് ഈ സക്കായിയുടെ മാനസാന്തരത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കർത്താവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ജീവിതം ശരിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, നാശമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു. വിട്ടുപോരേണ്ടതിൽ നിന്നെല്ലാം വിട്ടുപോന്നു. ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ വിട്ടുപോകുന്ന അനുഭവം നിനക്കുണ്ടായി കഴിയുമ്പോൾ ലോത്തിനോട്, നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ, മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ, ഈ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെ ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണം. ഗ്യാദർ അതേഴ്സ് ഓൾസോ. നീ പോന്നാൽ പോരാ, നീ പോരുമ്പോൾ ചിലരെ കൂടെയും കൊണ്ടുപോരണം. അപ്പോൾ എത്ര മനോഹരമായ ദൂതാണ് ദൂതന്മാർ ഈ മനുഷ്യന് കൊടുത്തത്. ഒരു കുറവുമില്ലാത്ത ദൂത്, പൂർണ്ണമായ സുവിശേഷം. നാം കേൾക്കാറുള്ളത് പോലെ ഫുൾ ഗോസ്പൽ അദ്ദേഹം കൊടുത്തു, ദൂതന്മാർ കൊടുത്തു. ഇനി നോക്കിക്കാട്ടെ അദ്ദേഹം പ്രതികരിച്ചത്. 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ട് ഹിസ് റെസ്പോൺസ്. അവൻ താമസിച്ചപ്പോൾ, ഹെസിറ്റേറ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഈ നല്ല ദൂത് വേണ്ട രീതിയിൽ അതിശക്തമായി കൊടുത്തു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ദൈവദൂത് അറിയിക്കുന്ന ദൈവദാസന്മാർക്ക് ആവശ്യം വന്നാൽ ദൈവശക്തി വെളിപ്പെടുത്താനുള്ള കൃപയും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. അതായത് ലോത്തിനെ തിക്കി അവനെ നശിപ്പിക്കാൻ തന്നെ സോദോം ജനം തീരുമാനിച്ചപ്പോഴേ അകത്തിരിക്കുന്ന ദൈവദാസൻ കരം നീട്ടി പുറത്ത് നിന്ന് ലോത്തിനെ പിടിച്ച് അകത്താക്കി വാതിലടച്ചെന്നാ കേട്ടോ. ആ ശക്തിയെ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പേരാണ് തിക്കിയെന്ന് എനിക്കറിഞ്ഞുകൂടാ, എത്ര പേരാണ് ലോകത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് എനിക്കറിഞ്ഞു. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന ദൈവശക്തി. അതുകൊണ്ട് ഈ ദൂതന്മാരെ ആത്മീക ശുശ്രൂഷകന്മാർക്ക് നല്ല ഒരു മോഡലാണ്. ടേക്കിംഗ് ദ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ ടു ദ പെരിഷിംഗ് സെയിൻറ്റ്. ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ. ഇനി നോക്കിക്കാട്ടെ, അദ്ദേഹത്തെ താമസിച്ചു എന്ന് മാത്രമല്ല, ലോത്തിൻ്റെ ജീവിതത്തിൽ വേറൊരു തോൽവിയുടെ വന്നു. ഇങ്ങനെയാണ് അവൻ പറഞ്ഞ ദൂതന്മാരോട് പറയുകയാണ്, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാണ്. പർവ്വതത്തിലേക്ക് ഓടാൻ പറഞ്ഞപ്പോൾ ദൂത് തന്ന ദൈവത്തോട് തിരിച്ച് ആലോചന കൊടുക്കുകയാണ്. അവിടം വരെ പോകാൻ ആഗ്രഹമില്ല, ഇവിടെ ഈ ചെറിയ പട്ടണത്തിൽ ഫുൾ ഒബീഡിയൻസ്. ലോത്തിൻ്റെ ജീവിതം
വലിയ പരാജയത്തിൽ പോകാനുള്ള കാരണത്തിൽ ഒന്നിതാ. രക്ഷപ്പെടാനുള്ള സുവിശേഷവും രക്ഷപ്പെടാനുള്ള ദൈവശക്തിയും ദൈവത്തിൻ്റെ കൃപയും എല്ലാം ഈ പിന്മാറ്റക്കാരന് ലഭിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനം കിട്ടിട്ടും ദൈവത്തിൻ്റെ അത്ഭുത കൃപയുടെ വ്യാപാരം ഉണ്ടായിട്ടും ദൈവത്തെ അനുസരിക്കാൻ, പൂർണ്ണമായി അനുസരിക്കാൻ, അവോയ്ഡിങ് ഫുൾ ഒബീഡിയൻസ്. ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം ഒന്ന് വിടട്ടെ. എ പേഴ്സൺ അവോയ്ഡിങ് ഫുൾ ഒബീഡിയൻസ്, പൂർണ്ണ അനുസരണത്തിൽ നിന്ന് മാറിപ്പോകുന്ന, അതിനെ ഒഴിഞ്ഞു പോകുന്ന ഭക്തൻ. ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് തന്നെ ശോധന ചെയ്യണം. ഏതെങ്കിലും മേഖലയിൽ പരിപൂർണ അനുസരണത്തിൽ നിന്ന് അല്പം മാറി അതിനകത്ത് എന്തെങ്കിലും നമ്മളൊരു റീസൺ കണ്ടുപിടിച്ച് ഇരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കും. ഇനി നമുക്ക് നോക്കാം ഈ ഭക്തൻ്റെ പരാജയം, ഫെയിലിയർ ഓഫ് ദ ബാക്ക് സ്ലൈഡർ, പിന്മാറ്റക്കാരൻ്റെ വലിയ പരാജയം. ഒന്ന്, തൻ്റെ ചുറ്റുമുള്ള ആളുകളെ യാതൊരു രീതിയിലും സ്വാധീനിക്കാൻ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞതും ലോകത്തിൻ്റെ ഉപ്പാന്ന് പറഞ്ഞതിനും കാരണം വിശ്വാസി സ്വാധീനം ചെലുത്തുന്നവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. എ ട്രൂ ബിലീവർ ഈസ് ആൻ ഇൻഫ്ലുവൻസർ. സ്വാധീനം ചെലുത്തുന്നവനാണ്, ചെറിയവരായാലും വലിയവരായാലും. യു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ലോകത്തിൻ്റെ ജീവിതം നോക്കിക്കേ, ഒരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്തില്ല. ദേശത്തെ പ്രമാണിയാകട്ടോ. നിങ്ങൾ ആ 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോണേ. അവർ വളരെ ഈ ലോത്തിനെ തള്ളി അകത്തോട്ട് കയറാൻ ശ്രമിക്കുക. എന്നിട്ട് അവർ പറയുകയാണ്, മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ദേശത്തെ പ്രമാണിയല്ലയോ, അപ്പോൾ വാതിലടച്ചാൽ ശരിയാകുമെന്നാണ്. മാറി നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, പരദേശിയായി വന്നു പാർക്കുന്നു ഇവനൊരുത്തൻ. എന്നിട്ട് പറയുകയാണ്, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. അപ്പോൾ എത്ര മാത്രം റിജക്റ്റ് ചെയ്തു എന്ന് നോക്കിക്കാട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതം യാതൊരു ബഹുമാനവും അവിടെ കാണുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു കരുതലും കാണുന്നില്ല. അദ്ദേഹത്തിനൊരു വില കൊടുക്കുന്നതായും കാണുന്നില്ല. ഒരു ഭക്തൻ അങ്ങനെ ജീവിച്ചാലോ, മാന്യത നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ യാതൊരു കൺസേണും ലഭിക്കാതെ വാല്യൂ ഇല്ലാത്ത ഒരു ജീവിതം, പിന്മാറ്റക്കാരൻ്റെ ജീവിതം. 2, ജനത്തിൽ സ്വാധീനമില്ല. 2, അദ്ദേഹം പാർത്തിരുന്ന നശിച്ചു. അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും 25-ാം വാക്യം, പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തിലെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ഭക്തൻ ജീവിച്ചതാ, സോദോം ജീവിച്ചിരുന്നു. ജീവിച്ച പട്ടണം നശിച്ചു. പിന്മാറ്റക്കാരനായ യോന കപ്പലെ കയറിയ പോലെ ഇരിക്കുന്നു. വെൻ യു ലിവ് ഔട്ട് ഓഫ് ഗോഡ്സ് വിൽ, നമുക്ക് മാത്രമല്ല ദോഷം. ദൈവകൃപയിൽ നിന്ന് വഴുതി പോകുമ്പോൾ ആഖാനോട് ചോദിച്ചാൽ അറിയാം. ആഖാനെ മാത്രമല്ല, ആഖാൻ്റെ കുടുംബത്തിന്, ആഖാൻ്റെ തലമുറയ്ക്ക്. എന്നെ അതിശയിപ്പിച്ചത്, ആഖാൻ്റെ കയ്യിലുള്ള കന്നുകാലികൾക്ക് പോലും നശിച്ചു, ഡിസ്ട്രോയ്. അപ്പോൾ ചിന്തിക്കുക, ആർ യു ബ്രിങ്ങിങ് ബ്ലെസ്സിങ് ഓർ കേഴ്സ്? യോസേപ്പ് ഒരു വീട്ടിൽ താമസിച്ചു, ജോലി ചെയ്യാൻ താമസിച്ച, അനുഗ്രഹിച്ചു കേട്ടോ. കാരാഗ്രഹത്തിൽ താമസിച്ചു, കാരാഗ്രഹത്തെ അങ്ങ് അനുഗ്രഹിച്ചു. എവിടെ പോയാലും അനുഗ്രഹം. ആർ യു എ കേഴ്സ് ഓർ എ ബ്ലെസ്സിങ്? ഈ 3ാമത് നോക്കിക്കാട്ടെ. ഒന്ന്, ദേശത്തിന് സ്വാധീനം, ദേശത്തിൻ്റെ മേൽ സ്വാധീനമില്ല, അവർക്കൊരു ബഹുമാനവുമില്ല, പട്ടണം നശിച്ചു. 3, കുടുംബമോ?
ലോത്ത് എന്ന് 19:14 ലോത്ത് എന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് ഡാഡി ഈസ് ജോക്ക്, തമാശ പറയുക. യാതൊരു സ്വാധീനവും മക്കളുടെ മേലില്ല. ഞാൻ FB മേയറിനെ ഒന്ന് കോട്ട് ചെയ്തോട്ടെ. എനിക്കിഷ്ടമുള്ളൊരു എഴുത്തുകാരനും ദൈവദാസനുമാണ്. ഇൻകൺസിസ്റ്റൻറ്റ് ലൈഫ്, ആത്മീക സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം. കനോട്ട് അറസ്റ്റ് ദ വാണ്ടറർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താൻ ആത്മീക സ്ഥിരതയില്ലാത്തൊരു ജീവിതത്തിന് സാധ്യമേ അല്ല. ഇഫ് യു ആർ ഇൻകൺസിസ്റ്റൻറ്റ്, യു കാനോട്ട് സ്റ്റോപ്പ് എ വാണ്ടറർ. ലോത്തിന് കഴിഞ്ഞില്ല. സോതോമിൽ പാർത്തുകൊണ്ട് സോതോമിനെ രക്ഷിക്കാൻ അല്പം സോതോം ശൈലിയിൽ ജീവിച്ച്, അങ്ങനെ കൂടെ പറയട്ടെ, സോതോം ശൈലിയിൽ ജീവിച്ച് സോതോം വരെ രക്ഷിക്കാൻ സാധ്യമല്ല. അതിനുള്ള ശക്തി ഉണ്ടാകത്തില്ല. എന്നെ വളരെ ആകർഷിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഈയിടെ വായിച്ചു. ഇപ്രകാരമാണ്: പാർക്കുന്ന ലോകത്തിൽ നിന്ന് സാധ്യതകളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് ആ ലോകത്തോടൊരു സന്ദേശം പറഞ്ഞാൽ ലോകം കേൾക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വഴികളിൽ കൂടെ സാധ്യത നേടിക്കൊണ്ട് ലോകത്തോട് ഒരു ദൂത് പറഞ്ഞാൽ ലോകം അത് സ്വീകരിക്കത്തില്ല. When we try to reprove the world while gaining from it, the world will attach little weight to it. അല്പം തൂക്കമേ ലോകം കൊടുക്കത്തുള്ളൂ. അപ്പോൾ എത്ര ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം. സ്വന്തം കുടുംബത്തിൽ ഇനി നോക്കാട്ടെ, തൻ്റെ ഭാര്യ, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി ഭവിച്ചു. അനുസരണക്കേടിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ ഈ ഒരു അനുസരണക്കേടിൻ്റെ ആത്മാവ് വന്നാൽ അതിശയിക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും സങ്കടകരം പുത്രിമാരെക്കുറിച്ചുള്ള ചരിത്രമാണ്. എനിക്കത് വായിക്കാൻ പോലും പ്രയാസം. ഉൽപ്പത്തി 19:30-36 വരെ ഇംഗ്ലീഷിൽ ഞാൻ അതിനൊരു വാക്ക് ഉപയോഗിക്കാം, ഇൻസെസ്റ്റ്. സ്വന്തം പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു. 2 മക്കളും. അപ്പോൾ അവരുടെ വാല്യൂ എന്താണെന്നറിയോ? തലമുറ വേണമെന്നുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട തലമുറ വേണമെന്നില്ല. അവസാനമായി പ്രസവിച്ച 2 മക്കൾ. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, മോവാബ് എന്നു പേർ. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. ഇളയവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു. അവന് ഇന്നുള്ള അമ്മോന്യർക്ക് പിതാവ്. ദൈവരാജ്യത്തിന് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ട് ജീവിതം അവസാനിച്ചു. പിന്മാറ്റക്കാരൻ്റെ ജീവിതം അവസാനിപ്പിക്കട്ടെ. എന്താ ഇതിൽ നിന്ന് പഠിക്കുന്നത്? ലോകത്തിൻ്റെ ജീവിതം ആത്മീക ജീവിതത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം നിർവചിച്ചു: സേവ്ഡ് സോൾ ബട്ട് ലോസ്റ്റ് ലൈഫ്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, നീതിമാനായ ലോത്താണല്ലോ. ജീവിതം നഷ്ടപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 3:15 മരംപുല്ല് വൈക്കോല് കൊണ്ടൊക്കെ പണിതാൽ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ അതെല്ലാം വെന്തു പോകും. എന്നിട്ട് പറഞ്ഞു, താനോ രക്ഷിക്കപ്പെടും. ജീവിതം കൊണ്ട് തേടിയതെല്ലാം പോകും, ഒന്നുമില്ല, ശൂന്യം. പിന്നെ കർത്താവിൻ്റെ കൃപയാലുള്ള രക്ഷ അനുഭവിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെടും, തീയിൽ കൂടെ എന്ന പോലെ. വേദഭാഗം പഠിക്കുമ്പോൾ ഒരു കാര്യം എന്നെ സ്പർശിക്കുന്നു. ലോത്തിൻ്റെ കഥ 19-ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നു.
അബ്രഹാമിൻ്റെ കഥ തുടരുന്നു. ലോത്തിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. അബ്രഹാമിൻ്റെ ചരിത്രം തുടരുന്നു. ഇപ്രകാരം യേശു കർത്താവ് പറഞ്ഞു, 1 യോഹന്നാൻ 2:17, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ലോത്ത് ചിന്തിച്ച ചിന്താഗതികളിൽ നിന്ന് എത്രമാത്രം അവന് ഇന്ന് സങ്കടം ഉണ്ടാവും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, താൻ നേടിയെന്ന് ചിന്തിച്ചു, നേടിയതെല്ലാം തീക്കിരയായി. മുമ്പുള്ളൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞതുപോലെ, അബ്രഹാമിന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ യാഗപീഠം പണിത് ആരാധിച്ച് പലതും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അഗ്നിക്കിരയാക്കിയതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ നേടിയതൊക്കെ നിലനിന്നു. ആരാധനയും യാഗപീഠവും ഇല്ലാത്ത ലോത്ത് സമർപ്പണമില്ലാതെ മുമ്പോട്ട് പോയതുകൊണ്ട് അവനുള്ളതെല്ലാം തീക്കിരയായി, വെൻ്റ് അണ്ടർ ഫയർ. നമുക്കൊരു വലിയ ദൂതാണ് ദൈവം തരുന്ന ഇന്ന്, നമ്മുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ. ലോത്തിൻ്റെ ഭാര്യ സോദോം ചരിത്രത്തിൽ ശേഷിക്കുന്നുണ്ട്, മുന്നറിയിപ്പായിട്ട് മാത്രമാണ്, വാണിംഗ്. അബ്രഹാം ചരിത്രത്തിൽ ശേഷിക്കുന്നുണ്ട്, ഒരു അനുഗ്രഹമായിട്ട്. നമുക്കങ്ങനെ വേണം. We must remain in the history as a blessing, not remaining in the history as a warning. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് ലോകമയത്വം നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് വിട പറഞ്ഞ് ഭക്തിയിൽ ജീവിപ്പാൻ തീരുമാനിക്കണം. ഇറ്റ്സ് വണ്ടർഫുൾ ടു ലിവ് വിത്ത് ദ ലോഡ്. അബ്രഹാമിനോട് ചോദിക്കണം, മമ്രയുടെ തോപ്പിൽ താമസിച്ച് തൻ്റെ ദേശവും പിതൃഭവനവും വിട്ട് കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് വന്നത് നഷ്ടമായോ അബ്രഹാമേ? അദ്ദേഹം പറയും, ഒരിക്കലും ഇല്ല. ഗോഡ് ബ്ലെസ് മീ, ഗോഡ് ബ്ലെസ് മീ. അങ്ങനെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ലോകത്തിൻ ബാലത കോമളത്തം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ളേറുസേലെ നിത്യഗ്രഹം. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ളേറുസലേം നിത്യഗ്രഹം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും
രക്ഷകനാ അന്ത്യശ്വാസം വരെയും